ബ്രാൻഡ് ഫിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ഒരു 6 ടൂൾസ് ആണ്, ആദ്യത്തെ 6 ടൂൾസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫോട്ടോഷോപ്പിന്റെ ഇന്റർഫേസ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സെയിം പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ ഇന്ന് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഫോട്ടോഷോപ്പിലെ ആദ്യത്തെ 6 ടൂൾസാണ്, ഈ കാണുന്ന ആദ്യത്തെ 6 ടൂൾസാണ് പരിചയപ്പെടാൻ പോകുന്നത്. ചില ടൂളുകളിൽ ഒന്നിലധികം ടൂൾ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഈ ടൂളിൻ്റെ റൈറ്റ് ബോട്ടം കോണിൽ കാണുന്ന ആരോ ഒന്നിലധികം ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ് എന്നതാണ് മീൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സ്പാൻഡ് ആയി വരുന്നത് കാണാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ ടൂൾ ബോക്സിലെ ആദ്യത്തെ ടൂൾ മൂവ് ടൂളാണ്. പേര് പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആർട്ട് ബോർഡൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് മൂവ് ടൂൾ. ഓരോ ടൂൾസ് സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ ഓപ്ഷൻസ് ബാറിൽ ഏത് ടൂളാണോ സെലക്ട് ചെയ്തത് ആ ടൂളിൻ്റെ അവൈലബിൾ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മൂവ് ടൂളിനധികം ഓപ്ഷൻസ് ഒന്നുമില്ല. ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ സെലക്ട് എന്നുള്ള ഓപ്ഷനും പിന്നെ അലൈൻമെൻറ്റ് ഓപ്ഷനുമാണ്. ഓട്ടോ സെലക്ട് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ലെയർ സെലക്ട് ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ലെയേഴ്സ് മാറി മാറി സെലക്ട് ആവുന്നുണ്ട്. ഇനിയുള്ളത് അലൈൻമെൻറ്റ് ഓപ്ഷനാണ്. ഇത് ബേസിക്കലി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റ് ആർട്ട് ബോർഡിൽ അല്ലെങ്കിൽ സെലക്ഷനിൽ കൃത്യമായി അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഈ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ അലൈൻ ടു സെലക്ഷൻ ആണോ ക്യാൻവാസ് ആണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ മോഡലിനെ ഒരു സെലക്ഷനിൽ അലൈൻ ചെയ്ത് നോക്കാം. അതിനായി ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി മൂവ് ടൂൾ എടുത്താൽ അലൈൻമെൻറ്റ് ഓപ്ഷൻസ് എനാബിൾ ആയിരിക്കുന്നത് കാണാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനെ അലൈൻ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് മൂവ് ടൂൾ എന്നുള്ളത്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വയ്ക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ യൂസ് ചെയ്യാനാവൂ. ഇനി ഈ ടൂൾ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടൂളാണ് ആർട്ട് ബോർഡ് ടൂള്. ഇതിൻ്റെ ഷോർട്ട് കട്ട് വി തന്നെയാണ്. അതേപോലെ ഷിഫ്റ്റ് വി യൂസ് ചെയ്ത് മൂവ് ടൂളും ആർട്ട് ബോർഡ് ടൂളും സ്വിച്ച് ചെയ്യാവുന്നതാണ്. സെയിം വിൻഡോയിൽ തന്നെ പുതിയ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ആർട്ട് ബോർഡ് ടൂൾ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് ഉപയോഗപ്രദമാകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തും അല്ലാതെ സ്പെസിഫിക് ഡയമെൻഷനിലേക്ക് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആർട്ട് ബോർഡ് എനിക്കൊരു സ്പെസിഫിക് ഡയമെൻഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഏത് ഡയമെൻഷനിലേക്കാണോ മാറ്റേണ്ടത് അതിലേക്ക് മാറ്റാവുന്നതാണ്. അതേപോലെ ഇവിടെ സൈസ് എന്നുള്ള ഓപ്ഷനിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് നിങ്ങൾക്ക് കാണാം. അതിലേതെങ്കിലും ഒരു സൈസ് സെലക്ട് ചെയ്താൽ ആർട്ട് ബോർഡ് ആ ഡയമെൻഷനിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനിയുള്ളത് ആർട്ട് ബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഡിഫോൾട്ടായിട്ട് വൈറ്റ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ബ്ലാക്ക് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ വൈറ്റ് തന്നെ യൂസ് ചെയ്യുകയാണ്. അടുത്തത് ആർട്ട് ബോർഡിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് വേണോ അതോ ലാൻഡ്സ്കേപ്പ് വേണോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ആർട്ട് ബോർഡ് പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലായതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഇപ്പോൾ ഡിസേബിൾ ആയിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ടടുത്ത് കാണുന്ന ഐക്കൺ സെയിം ഡയമെൻഷനിൽ ഒരു പുതിയ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐക്കണാണ്. ഇത് യൂസ് ചെയ്ത് വിൻഡോയിൽ എവിടെ ക്ലിക്ക് ചെയ്താലും അവിടെ പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആവുന്നത് കാണാം. ഇപ്പോൾ ഉള്ള 2 ആർട്ട് ബോർഡും പ്രോപ്പർലി അലൈൻഡ് അല്ല. അത് അലൈൻ ചെയ്യാനായിട്ട് ലെയറിൽ വന്നിട്ട് 2 ആർട്ട് ബോർഡും സെലക്ട് ചെയ്യുക. 2 ആർട്ട് ബോർഡിൻ്റെ ലെയേഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആർട്ട് ബോർഡിൻ്റെ 4 സൈഡിലും ഓരോ പ്ലസ് ഐക്കൺ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഇപ്പോൾ ഉള്ള ആർട്ട് ബോർഡിന് അലൈൻഡായി ഓരോ സൈഡിലും സെയിം ഡയമെൻഷനിൽ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷനാണ്. ഇപ്പോൾ മൂവ് ടൂളും ആർട്ട് ബോർഡ് ടൂളും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നത് നിങ്ങൾക്ക് സംശയമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ടൂളിലേക്ക് കടക്കാം. അടുത്ത ടൂളെന്ന് പറയുന്നത് ഒരു സെലക്ഷൻ ടൂളാണ്. അതിൽ തന്നെ ഒരു 4 എക്സ്ട്രാ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് റെക്ടാങ്കുലർ മാർക്കിംഗ് ടൂൾ, എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ, സിംഗിൾ റോ മാർക്കിംഗ് ടൂൾ, സിംഗിൾ കോളം മാർക്കിംഗ് ടൂൾ. ഇത് 4ഉം യൂസ് ചെയ്യുന്നത് സെലക്ഷന് വേണ്ടിയിട്ടാണ്.
റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്വയറിൽ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പോൾ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ആദ്യത്തെ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ടൂളാണ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ആ പേര് പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ നമുക്ക് ഇമേജസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് സിംഗിൾ റോ മാർക്ക് ടൂൾ. സിംഗിൾ റോ മാർക്ക് ടൂളും സിംഗിൾ കോളം മാർക്ക് ടൂളും യൂസ് ചെയ്യുന്നത് ബേസിക്കലി നമുക്കൊരു ടേബിൾ, അതായത് ഈ എക്സലൊക്കെ പോലെയുള്ള ഒരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതേപോലെ വേണമെങ്കിൽ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈൻസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ലേസർ ടൂളാണ്. ലേസർ ടൂളിൽ അഡീഷണലായിട്ട് വേറെ രണ്ട് ടൂളുകളുണ്ട്. അതിൽ ആദ്യത്തേത് ലേസർ ടൂൾ, രണ്ടാമത്തേത് പോളിഗണൽ ലേസർ ടൂൾ, മൂന്നാമത്തേത് മാഗ്നറ്റിക് ലേസർ ടൂൾ. ഇതിൽ ആദ്യത്തെ ടൂളായ ലേസർ ടൂൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷേപ്പിലേക്ക് സെലക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനി ഓപ്ഷൻ ബാറിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു 4 ഐക്കൺസ് കാണാം, 4 ബോക്സസ് കാണാം. ഇതിലെ ഫസ്റ്റ് ഐക്കൺ എന്ന് പറയുന്നത് ന്യൂ സെലക്ഷൻ ആണ്. അതിൽ ന്യൂ സെലക്ഷൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അഡീഷണലായി വീണ്ടും ഒരു ചെറിയ പാർട്ട് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ വീണ്ടും ഒരു പുതിയ സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് ചെയ്യുന്ന സെലക്ഷനാണ് അവിടെ സെലക്ട് ആയിട്ടുണ്ടാവുക. അതായത് ആദ്യത്തെ സെലക്ഷൻ ഒഴിവായിട്ടുണ്ടാവും. ഇനി അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ സെലക്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സെലക്ഷൻ ചെയ്തതിൽ തന്നെ നമുക്ക് കുറച്ച് ഭാഗം ഡിലീറ്റ് ചെയ്യണം, അതായത് കുറച്ച് സെലക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സെലക്ഷനിൽ, അതായത് മൂന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗമാണോ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഒഴിവാകുന്നതാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നതിൽ മുഴുവനായിട്ടും നമുക്ക് വേണ്ട, അതിൻ്റെ നടുവിലുള്ള കുറച്ച് ഭാഗമൊക്കെയാണ് വേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാലാമത്തെ ഐക്കൺ യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ബാർ തന്നെ നിങ്ങൾക്ക് ഫെദർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഐക്കൺസിൻ്റെ തൊട്ടിപ്പുറം തന്നെയുള്ള ഫെദർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഫെദർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് ഭയങ്കര ഷാർപ്പായിട്ടാണ് ഉണ്ടാകുക. അത് കുറച്ചുകൂടെ സ്മൂത്തായി, അതായത് കുറച്ചൊരു ബ്ലർ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് എഡ്ജസിൽ കുറച്ചുകൂടെ സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഫെദർ യൂസ് ചെയ്യുന്നത്. ആ ഫെദർ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് ബോർഡിൻ്റെ പിക്സൽ റേഷ്യോനനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് പോളിഗണൽ ലാസോ ടൂളാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എല്ലാണ്. ഈ 3 ടൂളിൻ്റെയും ഷോർട്ട് കട്ട് എല്ലാണ്. നിങ്ങൾക്ക് ആ ടൂള് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എല്ല് പ്രസ് ചെയ്താൽ മതി. ഇനി പോളിഗണൽ ലേസർ ടൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് പോളിഗണൽ ലേസർ ടൂൾ. ഇതിൽ നിങ്ങൾക്ക് ട്രയാങ്കിൾ അല്ലെങ്കിൽ ബോക്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് എഡ്ജസ് വരുന്ന സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ലേസർ ടൂളിനെ പോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം സെയിം ആണ്. ഈ 3 ടൂളിൻ്റെയും ഓപ്ഷൻസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഗ്രൂപ്പിലെ അവസാനത്തെ ടൂളാണ് മാഗ്നറ്റിക് ലേസർ ടൂൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ലേസർ ടൂൾ വർക്ക് ചെയ്യുന്നത് കളേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരേപോലെയുള്ള കളേഴ്സ് പിക്ക് ചെയ്തിട്ടാണ് ഈ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 1 ടൈം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് എഡ്ജിലൂടെയാണോ വേണ്ടത് ആ എഡ്ജിലൂടെ ചുമ്മാ മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളേഴ്സ് ബേസ് ചെയ്തിട്ട് ആ സെലക്ഷൻ ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് നമ്മൾ എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ വന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെലക്ഷൻ ക്രിയേറ്റ് ആവും. അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടത് അവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ആ സെലക്ഷൻ ക്രിയേറ്റ് ആവുന്നത്. ഇന്ന് നമ്മൾ 6 ഗ്രൂപ്പ് ഓഫ് ടൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടും അതേപോലെ തന്നെ കുറേ ടൂൾസ് നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എക്സ്പേർട്ട് ആവാൻ പറ്റുകയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഫ്രം ബ്രാൻഡ് ഫിക്സ് സൈനിങ് ഓഫ്.